അഞ്ചാം ക്ലാസ്സിലാണ്. അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ കവിത എഴുതി തുടങ്ങിയതും ആ വർഷമാണ്. അത് ശരി. പൊതുവിദ്യാലയത്തിലേക്ക് വന്ന ആദ്യ വർഷം തന്നെയാണ് കവിത എഴുതി തുടങ്ങിയത്. അതെ അതെ. ഞാൻ കവിത എഴുതുമെന്ന് തോന്നിയതപ്പോഴാണ്. ഒരു കവിത എഴുതി കഴിഞ്ഞപ്പോഴാണ്. അത് ഏത് കവിതയാ? വീണ്ടും ഒരു ദിനാചരണം. വീണ്ടും വരും. അതെന്തോ അത് എഴുതാൻ പറ്റിയ ഒരു സാഹചര്യം എന്തോ? അത് പരിസ്ഥിതി ദിനത്തിന് ശേഷം എഴുതിയൊരു കവിതയാണ്. പരിസ്ഥിതി ദിനത്തിന് ശേഷം? ആ. ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെടി നടുന്ന ചടങ്ങൊക്കെ ഉണ്ട്. ആ ചടങ്ങിന് അപ്പം നമ്മുടെ നാട്ടിൽ പലയിടത്തും അങ്ങനത്തെ ചടങ്ങുകൾ പല റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ നടന്ന ഒരു ചടങ്ങിൽ നട്ട തൈകൾ പിന്നീട് ഒരു ശ്രദ്ധയും ഇല്ലാതെ നശിച്ചു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ എനിക്ക് വളരെ വിഷമം തോന്നി. നമ്മൾ വെറും ഒരു ദിനാചരണത്തിന് വേണ്ടി മാത്രം നടുക, നമുക്ക് യാതൊരു സാമൂഹ്യ പ്രതിബദ്ധതയില്ല. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ആദ്യത്തെ കവിത ഉണ്ടാകുന്നത്. കവിതയുടെ പേരെന്തായിരുന്നു? വീണ്ടും ഒരു ദിനാചരണം. വീണ്ടും ഒരു ദിനാചരണം. ആ കവിത ആദ്യമായിട്ട് ആരെയാണ് കാണിച്ചേ? അച്ഛനെയും അമ്മയും രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ കാണിച്ചു. പിന്നെ ഞങ്ങളുടെ മലയാളം ടീച്ചർ ജയലക്ഷ്മി ടീച്ചറെ കാണിച്ചു. ടീച്ചർ എന്ത് പറഞ്ഞു? ടീച്ചർ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊരു ആത്മവിശ്വാസം ഉണ്ടായി ഇല്ലയോ? പിന്നീട് അടുത്ത കവിതയിലേക്കുള്ള യാത്ര എങ്ങനെ? പിന്നീട് എഴുതിയ കവിത ധനുമാസ പൗർണമിയായിരുന്നു. ധനുമാസ പൗർണമി. അത് ഇവിടെ കുറച്ച് മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട്. അപ്പം ആ ഒരു അന്തരീക്ഷത്തില് ഒരു ദിവസം ധനുമാസത്തിലൊരു നല്ല സീനറി കണ്ടു. പൂർണ്ണചന്ദ്രനൊക്കെ ഉള്ള ധനുമാസ പൗർണമി. അതായിരുന്നു രണ്ടാമത്തെ കവിത. അങ്ങനെ അതിനെക്കുറിച്ച് എഴുതി. അങ്ങനെ ഉള്ളിലൊരു കവി ഉണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞു അല്ലേ? അച്ഛനും അമ്മയിലെ ആരാ കവിതയെ കൂടുതൽ സ്നേഹിക്കുന്നേ? രണ്ടുപേരും കവിത ഇഷ്ടം. ഇഷ്ടപ്പെട്ട കവയത്രി ആരാ? കവയത്രിയാണോ കവിയാണോ? ഏകദേശം എല്ലാ കവികളെയും തന്നെ ഇഷ്ടമാണ്. പിന്നെ കുമാരനാശാന്റെ കവിതകൾ ഇഷ്ടമാണ്. സുഗതകുമാരി ടീച്ചർ, ONV വൈലോപ്പിള്ളി ഒക്കെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ അന്നേരം നമ്മൾ ചേർത്ത് വെക്കുന്ന എല്ലാ കവിതകളും ഉണ്ടാവുമല്ലോ. അതേതാ? ആശാന്റെ വീണപൂവ് ഇഷ്ടമുള്ള കവിതയാണ്. പരിസ്ഥിതിയാണോ ഇഷ്ട വിഷയം? ആണോ? താമരക്കുടിയിലെ പരിസ്ഥിതിയും പ്രകൃതിയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ആദ്യം എത്തുമ്പോൾ തന്നെ ഒരു നല്ല കാവാണ് കാണുന്നത്. ഇത് നമുക്ക് ഈ കളിക്കാനുള്ള പീരീഡുകളിലും ഒക്കെ കുട്ടികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ്. കാവിൻ്റെ അടുത്തുള്ള സ്റ്റെപ്പുകളിലൊക്കെ ഒരുപാട് കുട്ടികൾ വന്നിരിക്കാറുണ്ട്. നല്ല തണുപ്പാണ്. ഉച്ച നേരത്ത് പോലും കാവിൻ്റെ സൈഡിലുള്ള ക്ലാസ് റൂമുകളിലൊക്കെ ഫാനൊന്നും ആവശ്യമില്ല, വേനൽക്കാലത്ത് പോലും. അങ്ങനെ പരിസ്ഥിതി സൗഹൃദമായ ഒരു സ്കൂള് കിട്ടിയത് വലിയ ഭാഗ്യം. വളരെ ഭാഗ്യം. നമ്മുടെ എഴുത്തിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സ്കൂള്? തീർച്ചയായിട്ടും സ്കൂളിൻ്റെ ഒരു പാരിസ്ഥിതിക പശ്ചാത്തലം വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കാവുകളും മരങ്ങളും ഒക്കെ നമ്മൾ കണ്ടു വളരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. കരിഞ്ഞു പോയ ഒരു തൈയിൽ നിന്നാണ് ആദ്യത്തെ കവിത തുടങ്ങുന്നത്. ആ വരികൾ ഓർമ്മയുണ്ടോ? പരിസ്ഥിതിക്കായോ ദിനാചരണത്തിനോ എന്തിനീ ചെടിയെ ഇവിടെ നട്ടു, കത്തുന്ന ചൂടിതിൽ ദാഹിച്ചു വലയുന്നൊരു ചെടി ഏതൊരു തെറ്റു ചെയ്തു, ഒന്നാം ദിനമതിൽ പൈമ്പാലൊഴിച്ചു നാം നട്ടതല്ലേ ഈ കുരുന്നു തയ്യേ, ജലമില്ല വളമില്ല തണലില്ല എരിയുമി വേനലിൽ വാടിത്തളർന്നു നിൽപ്പൂ, ഒന്നു വളരാൻ കൊതിക്കുമ്പോഴാരോ കിളച്ചു മറിച്ചു കളയോടൊപ്പം, അവരൊട്ടലക്ഷ്യമായി ചൊല്ലുന്നു നാളെ പരിസ്ഥിതി തൻ ദിനമാണു പോലും. നമ്മൾ ഒരു അഞ്ചാം ക്ലാസ്സിൽ എഴുതുന്ന കുട്ടിയുടെ സാധാരണ ബാലകവിതകളുടെ വിഭാഗത്തിലാണ് കൊച്ചുകുട്ടികളെ കവിത വരുന്നത്. പക്ഷേ ഇത്രയും ഡെപ്തുള്ള ഒരു വരികൾ എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ആശയം ചർച്ച ചെയ്യണമെങ്കിൽ സാധാരണ കവികൾക്ക് ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് വരികളുണ്ടാകുന്നത്. മോളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള വരികൾ എഴുതാൻ കഴിയുന്നത്? എങ്ങനെ? ശരിക്കും ഈ കവിത എഴുതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നല്ലപോലെ ഹർട്ട് ചെയ്തു. അതിലെ ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഹർട്ട് ചെയ്തു. പക്ഷെ അന്നൊന്നും എഴുതിയില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അച്ഛനൊരു കച്ചി പേപ്പറിന്റെ ബുക്ക് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും ഞാനും അവളോട് അതിന് പിടിയിട്ടു. അപ്പൊ അച്ഛൻ ആ ബുക്ക് രണ്ടായിട്ടങ്ങ് മുറിച്ചു. 2 സ്റ്റാപ്ലർ മേളിലും താഴെയുള്ള നടുക്ക് വെച്ചങ്ങ് മുറിച്ചു. ഒരു കഷ്ണം അവക്കും ഒരു കഷ്ണം എനിക്കും തന്നു. ആ ബുക്കിനകത്ത് എന്തെങ്കിലും ഒന്ന് നമുക്ക് പുതിയ ബുക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും എഴുതണമെന്നുള്ളൊരു ആഗ്രഹം വരുമല്ലോ. എന്തെങ്കിലും എഴുതണമെന്ന് വിചാരിച്ച് എന്തോ നോട്ട് എഴുതാനൊന്നും എനിക്കൊരു സുഖം തോന്നിയില്ല. പുതിയൊരു ബുക്ക് എടുത്ത് വെച്ച് നോട്ട് എഴുതുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം അന്ന് എന്തെങ്കിലും എഴുതണമെന്നുള്ളൊരു ചിന്തയിൽ എഴുതിയതായത്.